അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനീ പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക്. 4-ാം ഖലീഫ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലം. കൂഫയിൽ ഒരു സൂഫി വര്യൻ വന്നു. പല അത്ഭുത സിദ്ധികളുമുള്ള ആ പുണ്യാത്മാവിനെ പലരും സമീപിച്ചു. തങ്ങളുടെ രോഗങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിച്ചപ്പോൾ പലരുടെയും അസുഖങ്ങൾ മാറി. വിവരം അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചെവിയിലുമെത്തി. അദ്ദേഹം സൂഫിയെ സമീപിച്ചു. നല്ലൊരു സുന്ദരനായ ചെറുപ്പക്കാരൻ, നീണ്ട താടി, വൃത്തിയുള്ള വസ്ത്രങ്ങൾ, കയ്യിലൊരു തസ്ബീഹ് മാല. തസ്ബീഹ് ചൊല്ലിക്കൊണ്ട് തലതാഴ്ത്തിയിരിക്കുന്ന സൂഫിക്ക് അലി റളിയല്ലാഹു അൻഹു സലാം പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹുവിനെ മനസ്സിലായപ്പോൾ സലാം അടക്കിക്കൊണ്ട് സൂഫി അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. പിന്നെ അന്യോന്യം കുശല പ്രശ്നം അന്വേഷിച്ചു. അനന്തരം അലി റളിയല്ലാഹു അൻഹു സൂഫിയോട് ചോദിച്ചു, ഇന്ന് പരക്കെ ഒരു രോഗമുണ്ട്, ഹൃദയത്തിനാണ് രോഗം. താങ്കളുടെ വശം എന്തെങ്കിലും മരുന്നുണ്ടോ? ജനങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ. സൂഫി അല്പനേരം തലതാഴ്ത്തിയിരുന്നു. പിന്നെ തലപൊക്കിയ ശേഷം പറഞ്ഞു, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, ഈ രോഗം ഇന്ന് സാർവത്രികമായി പടർന്നു പിടിച്ചിരിക്കുന്നു. മരുന്നുകൊണ്ട് ഫലപ്പെടാത്ത രോഗമാണിത്. ഈ രോഗത്തിൻ്റെ അണുക്കൾ പാപങ്ങളാണ്. അതിനാൽ പാപങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള മരുന്ന് കഴിക്കേണ്ടിയിരിക്കുന്നു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്താണ് അതിന് മരുന്ന്? അതൊന്ന് വിശദീകരിച്ചാൽ വളരെ ഉപകാരപ്രദമായിരിക്കും. ഈ മനുഷ്യരെ മുഴുവൻ ബാധിച്ച ഈ മാറാവ്യാധിയിൽ നിന്ന് അവരെ രക്ഷിക്കാൻ കഴിയുമല്ലോ എന്ന് നോക്കാമല്ലോ. സൂഫി പറഞ്ഞു, ഇതിനൊരേ ഒരു പോംവഴിയേ ഉള്ളൂ. ഞാൻ അത് വിശദീകരിക്കാം, അങ്ങ് ശ്രദ്ധിക്കണം. ഈ രോഗം ബാധിച്ചവൻ സത്യവിശ്വാസത്തിൻ്റെ തോപ്പിൽ കടന്ന് സതുദ്ദേശത്തിൻ്റെ കൂമ്പും പശ്ചാത്താപത്തിൻ്റെ വിത്തും ആത്മപരിശോധനയുടെ ഇലയും സൂക്ഷ്മതയുടെ പൂവും വിജ്ഞാനത്തിൻ്റെ കായും ആത്മപരിശോധനയുടെ ഇലയും ദൃഢതയുടെ കൊമ്പുകളും നിഷ്കളങ്കതയുടെ കാമ്പും അശ്രാന്ത പരിശ്രമത്തിൻ്റെ തൊലിയും ആത്മാർപ്പണത്തിൻ്റെ വേരുകളും ചിന്തയുടെ കൂമ്പാളയും ഖേദത്തിൻ്റെ തണ്ടും വിനയത്തിൻ്റെ നീരും ശേഖരിക്കണം. എന്നിട്ട് തൗഫീക്കിൻ്റെ കൈപ്പത്തിയിലുള്ള വിശ്വാസത്തിൻ്റെ വിരൽത്തുമ്പ് കൊണ്ട് അവയെടുത്ത് ദൃഢപ്രതിജ്ഞയുടെ പാത്രത്തിലിട്ട് കണ്ണുനീർ കൊണ്ട് കഴുകി വൃത്തിയാക്കി പ്രതീക്ഷയുടെ അടുപ്പത്ത് വെച്ച് പ്രേമത്തിൻ്റെ തീ കത്തിച്ച് നല്ലവണ്ണം തിളപ്പിച്ച് ഹിക്മത്താകുന്ന പത വരുമ്പോൾ സംതൃപ്തിയുടെ തളികയിലൊഴിച്ച് ഇസ്തിഗ്ഫാറിൻ്റെ കാറ്റത്ത് വെച്ച് തണുപ്പിച്ച് കുറേശ്ശെ എടുത്ത് അള്ളാഹു അല്ലാതെ മറ്റാരും കാണാത്ത മുറിയിൽ വെച്ച് സേവിക്കട്ടെ. പാപമാകുന്ന രോഗാണുക്കളെ ഉന്മൂലനം ചെയ്യാൻ ഇതൊന്നു മാത്രമേ വഴിയുള്ളൂ. ഇത്രയും പറഞ്ഞ ശേഷം അദ്ദേഹം ഒരു കവിതയും പാടി. അതിൻ്റെ ആശയം ഇങ്ങനെയാണ്: ഹൂറികളെ, അവരുടെ മണിയറയിൽ ചെന്ന് വിവാഹാലോചന നടത്തുന്നവരെ, നിങ്ങൾ അഹോരാത്രം പ്രയത്നിപ്പീൻ.
അവരുടെ വിവാഹമൂല്യം തക്കുവയത്രേ. പരിശ്രമത്തിൽ നിന്ന് പിന്നോട്ടടിക്കാതിരിപ്പിൻ. ശരീരേച്ഛകളോട് ക്ഷമ കൊണ്ട് പോരാടുകയും ചെയ്യുവിൻ. ഇത് കേട്ട് അലി റളിയല്ലാഹു അൻഹു ആ സൂഫിയെ അഭിനന്ദിച്ചു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, താങ്കൾ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും വൈദ്യനാണ്. പിന്നെ അവർ സലാം പറഞ്ഞ് പിരിഞ്ഞു. ഷെയ്ഖ് ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനൊരിക്കൽ ലെബനോനിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു സൂഫി വര്യനെ കണ്ടുമുട്ടി. അദ്ദേഹത്തിൻ്റെ ചുറ്റും ചില ആളുകളെ കണ്ടു. അവരെല്ലാം രോഗികളായിരുന്നു. അവർക്കെല്ലാം ചില പ്രതിവിധികൾ അദ്ദേഹം നിർദ്ദേശിച്ചു കൊടുക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, അല്ലയോ ഹക്കീം, പാപങ്ങളാകുന്ന രോഗങ്ങളില്ലായ്മ ചെയ്യാൻ വല്ല മരുന്നും നിർദ്ദേശിക്കാനുണ്ടോ? സൂഫി അല്പനേരം ചിന്താമഗ്നനായിരുന്ന ശേഷം ചോദിച്ചു, മരുന്ന് പറഞ്ഞു തന്നാൽ താങ്കൾക്ക് മനസ്സിലാവുമോ? ഉവ്വ് എന്ന് ഞാൻ മറുപടി നൽകി. അദ്ദേഹം പറഞ്ഞു, ദാരിദ്ര്യത്തിൻ്റെ വേര്, ക്ഷമയുടെ ഇല, വിനയത്തിൻ്റെ കടുക്ക, താഴ്മയുടെ നെല്ലിക്ക, വിശ്വാസത്തിൻ്റെ എണ്ണ, പ്രേമത്തിൻ്റെ പേരക്ക, അച്ചടക്കത്തിൻ്റെ പുളിങ്ങ, സംശുദ്ധിയുടെ പാല്, സത്യത്തിൻ്റെ പനിനീര് എന്നിവ ശേഖരിച്ച് സ്ഥൈര്യത്തിൻ്റെ പാത്രത്തിലിട്ട് ധർമ്മത്തിൻ്റെ വെള്ളം ചേർത്ത് പ്രേമത്തിൻ്റെ അടുപ്പത്ത് വെച്ച് ദുഃഖങ്ങളുടെ തീ കത്തിച്ച് സൽസ്വഭാവത്തിൻ്റെ സ്പൂൺ കൊണ്ട് ഇളക്കി ഹിക്മത്തിൻ്റെ നുര വരുന്നത് വരെ തിളപ്പിച്ച് ചിന്തയുടെ അരിപ്പ കൊണ്ട് അരിച്ച് ദിക്റിൻ്റെ തളികയിൽ ഒഴിച്ച് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൻ്റെ തേൻ മേമ്പൊടിയായി ചേർത്ത് അല്പാൽപ്പം എടുത്ത് ഏകാന്തതയുടെ തണലിലിരുന്ന് സേവിക്കുക. വാക്തത്വ നിർവഹണത്തിൻ്റെ വെള്ളം കൊണ്ട് കൊലുക്കുഴുകയും വിശപ്പിൻ്റെ ബ്രഷ് കൊണ്ട് പല്ല് തേക്കുകയും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്ന സുഗന്ധം പൂശുകയും വിരക്തിയുടെ ഉറുമാല് കൊണ്ട് ചുണ്ടു തുടക്കുകയും ചെയ്യണം. അതിനുശേഷം അദ്ദേഹവും ഒരു കവിത പാടി. അതിൻ്റെ ആശയം ഇങ്ങനെയാണ്: എൻ്റെ അസുഖത്തെപ്പറ്റി എൻ്റെ വൈദ്യനോട് ഞാൻ എങ്ങനെ ആവലാതി പറയാനാണ്? എൻ്റെ രോഗത്തിൻ്റെ മൂലകാരണം എൻ്റെ അശ്രദ്ധയാണല്ലോ. ഷെയ്ഖ് ദുന്നൂൻ റളിയല്ലാഹു അൻഹു പറയുന്നു, വൈദ്യൻ്റെ ആലങ്കാരിക ഭാഷ എന്നെ ആകർഷിപ്പിച്ചു. അദ്ദേഹത്തിന് നന്ദി പറഞ്ഞ ശേഷം ഞാൻ സലാം ചൊല്ലി പിരിഞ്ഞു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.